ചെറുപ്പകാലത്തെ നൊസ്റ്റാലജിയാണ്. രാവിലെ തന്നെ ഇറങ്ങിട്ടോ, പോകുമ്പോൾ നമ്മൾ പക്കുട്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് ഒരു വണ്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിരുന്നു കസ്റ്റമർക്ക്. അപ്പോൾ അതെടുത്തിട്ട് നേരെ മുളയങ്കാലോട്ട് പോയിട്ടോ. റോഡൊക്കെ പറ്റ മോശമായി കൊണ്ടോ മപ്പാറ റോഡ്. അങ്ങനെ ചാടി പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ കമാനം കടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. കമാനം എത്തുമ്പോൾ ഇനി എത്ര നമ്മൾ സ്ഥിരം പോകുന്ന ആളുകളാണെങ്കിലും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും ഉള്ളിൽ കടന്നു പോകാൻ. അങ്ങനെ അതൊക്കെ കടന്ന് നേരെ പോകുന്ന സമയത്താണ് ഉണ്ണിയേട്ടനും മോനും കൂടി പോകുന്നുണ്ട് കേട്ടോ. ആൾ വർക്കിന് പോകാൻ തോന്നണം. അങ്ങനെ ഏകദേശം 7 മണിയായിക്ക് മുളയങ്കാവ് എത്തി. അവിടുന്ന് വണ്ടിയൊക്കെ ചേഞ്ച് ആക്കി കൊടുത്തു. പിന്നെ നേരെ ജിമ്മിലോട്ട് കയറിയിട്ടോ. വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഒരു വണ്ടി ഫ്രണ്ടിന് കൊടുക്കാണ്ടായിരുന്നു, അത് കൊണ്ട് കൊടുത്തിട്ട് പോന്നിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോളോവേഴ്സ് കണ്ടിട്ടോ. അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ചു. എൻ്റെ കൂട്ടുകാരൻ്റെ ഫോൺ തന്നെയാണത്. പിന്നെ നേരെ അവിടുന്ന് മറ്റേ ഷോപ്പിലോട്ടുള്ള യാത്ര തുടർത്തിട്ടോ. സാവൊക്കെ പേപ്പറും വായിച്ചിരിക്കുന്നുണ്ട് അവിടെ. ഹായ് പോകുന്ന സമയത്ത് എൻ്റെ അയൽവാസി മയമലയൊക്കെ തോട്ടിയെ കുടിച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകാൻ അറിയില്ല. പിന്നെ പോകുന്ന സമയത്ത് നമ്മളുടെ അളിയാക്കനെ നോക്കിയിട്ടോ. അളിയാക്ക പുറത്തൊന്നുമില്ല. അങ്ങനെ നേരെ പിന്നെ മുളയങ്കാവ് പോയിട്ട് നമ്മളെ ദേവി ഹോട്ടലിലേക്ക് നേരെ പോയത്. നല്ലൊരു മസാല ദോശ കഴിക്കാന്നുള്ള ആഗ്രഹത്തിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മസാല ദോശ കഴിച്ചു. നല്ല അടിപൊളി മസാല ദോശയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കഴിക്കാറുള്ളതാണ്. വ്ലോഗ് പുറത്തിന് ശേഷം ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൂ. നമ്മുടെ മുളയങ്കാവ് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. നമ്മളെ ഈ മസാല ദോശക്ക് റേറ്റ് വരുന്നത് 80 രൂപ കേട്ടോ. മസാല ദോശ ഒന്നും വയറ് നിറയില്ല. അപ്പോൾ ഒരു മുരിൻ്റെ ദോശ കൂടി ചേച്ചിട്ടൊന്ന് വാങ്ങിച്ചു കേട്ടോ. ഫുഡ് ഇറങ്ങിയൊക്കെ നമ്മളെ ചെക്കന്മാരെ കണ്ടിട്ട് അവിടെ. അപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളെ തങ്കഭസ്മ പറയുന്നത് ഇങ്ങനെ തീർച്ചിട്ടുണ്ട്. എന്ത് മൊഞ്ചൊക്കെയൊക്കെ അവൻ്റെ ചെറിയാനാണ്. പിന്നെ നേരെ പോയത് ഷോപ്പിൻ്റെ ഉണ്ടോ. ഇബ്രായൊക്കെ താഴത്ത് നിന്നിട്ട് ഇങ്ങനെ വർത്താ പറയുന്നുണ്ട്. അവിടെ ഇന്നലെ കോലക്രാൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഷോപ്പിൻ്റെ ഷീറ്റും കാലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരെ പോയത് പള്ളിയിലോട്ടാട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി പള്ളിയിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു ഐറ്റം ബസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. അത് നേരെ കളക്ട് ചെയ്തു. നേരെ പോയിരുന്ന സമയത്താട്ടോ നമ്മുടെ നൊസ്റ്റാലജിയ. ചെറുപ്പകാലത്തെ നൊസ്റ്റാലജിയാണ്. എന്താ റേറ്റ്? പിന്നെ അത് വാങ്ങി നേരെ ഷോപ്പിലോട്ട് പോയിട്ടോ. ഷോപ്പിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി. ബസ്സിൽ എന്താ ഐറ്റം വന്നെന്നുള്ളതെല്ലാം നോക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഡ്രസ് കോഡും അതുപോലെ തന്നെ യൂണിഫോംസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ സിംഗിൾ പീസിൻ്റെ കസ്റ്റമൈസേഷൻ നടത്തിയിട്ടുണ്ട്, ഒരു പ്രിൻറ്റിങ് കാലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ബസ്സിൽ ഓർഡർ ചെയ്തത് കേട്ടോ. നമുക്കിന്ന് ഷോപ്പിൽ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാസർഗോഡ്ക്കാനുള്ളതാണ്. ഞാൻ അധികം കൊറിയറായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാറില്ല കേട്ടോ. നമ്മളെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൈവേയിൽ എത്തിക്കാൻ പറ്റുമോ ചോദിച്ചു, വളാഞ്ചേരി. അപ്പോൾ കസ്റ്റമർ മുഖ്യം ബിഗിലേ ഞങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നേരെ ഇറങ്ങിയ സമയത്ത് നമ്മളെ അനീസ് ബായ് അവിടെ ഇരിക്കുന്നുണ്ടോ. വണ്ടിമെന്നൊക്കെ ഉണ്ടാകാൻ മുറിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ കണ്ട സമയത്ത് ഷെയ്ക്കാൻ്റെ തന്ന് ഒന്ന് കുശലന്വേഷണം നടത്തിയിട്ട് നേരെ പോയിട്ടോ. അവരെത്തിയിട്ട് ആൾക്ക് വിളിച്ച സമയത്ത് ഒരു 40 മിനിറ്റ് ഡിലേ ആകുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഫോളോവർ വന്നിട്ടോ. അവൻ കുറ്റിപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടേക്ക് തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിച്ച് പോയിട്ടോ. അങ്ങനെ നമ്മളെ കസ്റ്റമർ വന്നിട്ടോ. താങ്ക് യു. കാസർഗോഡ് നിന്നുള്ള ആളൊക്കെ നമ്മളിൽ നിന്ന് ഇത്ര റിസ്ക് എടുത്തിട്ട് ഷർട്ട് വാങ്ങാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ അത്. അതിനുശേഷം ഞാനും ഹനീഫയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിട്ടോ. നല്ല ആവി പറക്കണ നെയ്ച്ചോറും ബീഫ് ചില്ലിയും കേട്ടോ. അപ്പോൾ ഹനീഫ കണ്ടേക്ക് നല്ല ചിരിക്കുന്നു കേട്ടോ. ഹനീഫൊക്കെ പറ്റിയ പെൺകുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. ചെക്കൻ പെണ്ണൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലോട്ട്. അപ്പോൾ ബക്കിന്നാളേ.